രാജ്യത്തെ തന്നെ നടുക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിൽ കാറിലുണ്ടായിരുന്നത് ഉമർ നബി തന്നെയായിരുന്നുവെന്ന് സ്ഥിരീകരണം. DNA പരിശോധനയിലൂടെയാണ് ഉമർ നബി തന്നെയാണ് സ്ഫോടനം നടത്തിയ കാറിലുണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ നബി തന്നെയാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് സംശയം തോന്നിയതിന് പിന്നാലെ പുൽവാമയിലെ കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഫരീദാബാദ്, ലക്നൌ, തെക്കൻ കാശ്മീർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ലോജിസ്റ്റിക്സ് മൊഡ്യൂളുമായി ഉമറിന് ബന്ധമുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൽ 9 മുതൽ 10 വരെ അംഗങ്ങളുണ്ടെന്നും ഇതിൽ 6ഓളം പേർ ഡോക്ടർമാരാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ഫോടനം നടന്ന തലേന്ന് മുതൽ ഉമറിനെ കാണാതായിരുന്നുവെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉമർ തന്റെ കയ്യിലുള്ള 5 ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത് ദൌജ് ഗ്രാമത്തിന് സമീപം ഒളിവിൽ പോയതാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, കഴിഞ്ഞ മാസം 30 മുതൽ ഉമർ നബി സർവകലാശാല ചുമതലകളും ഒഴിവാക്കിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഉമർ ഒരു ശാന്ത സ്വഭാവക്കാരനാണെന്നും അന്തർമുഖനാണെന്നും ഒരുപാട് നേരം വായിക്കുന്നവരുമാണെന്നാണ് ഉമറിന്റെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. അപൂർവമായി മാത്രമേ ഉമർ പുറത്തു പോകാറുള്ളൂവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഉമറിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഫരീദാബാദിനും ഡൽഹിക്കുമിടയിൽ നിരവധി തവണ യാത്ര ചെയ്തിരുന്നുവെന്നും രാംലീല മൈതാനത്തിന്റെയും സുൻഹരി മസ്ജിദിന്റെയും ഇടയിലുള്ള പള്ളികൾ സന്ദർശിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഫരീദാബാദിൽ നിന്നും ഉമറിന്റെ പേരിലുള്ള ഒരു ചുവന്ന ഫോർഡ് കാർ അന്വേഷണ സംഘം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഉമറിന്റെ പേരിലുള്ള ഡൽഹിയിലെ വിലാസം വ്യാജമാണെന്നും പോലീസ് കണ്ടെത്തി. ഉമർ നബിയും സ്ഫോടനത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത ഡോക്ടർ മുസമ്മിൽ ഗനിയെയും തുർക്കിയിലേക്ക് സഞ്ചരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ചില ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ചേർന്നതിന് പിന്നാലെയാണ് ഉമർ നബിയും മുസമ്മിലും തുർക്കിയിലേക്ക് പോയത്. തുർക്കി സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലുടനീളം ലക്ഷ്യമിട്ട പ്രദേശങ്ങളിൽ സ്ഫോടനം നടത്താൻ ഒരു ഹാൻഡ്ലർ നിർദ്ദേശം നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉമർ ദീപാവലിക്ക് സ്ഫോടനം നടത്താൻ തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ അത് പരാജയപ്പെടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കാശ്മീരിലടക്കം പോലീസ് വ്യാപകമായ റെയ്ഡുകൾ നടത്തി. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും മൗലവി ഇർഫാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.